ഹലോ എവ്രി വൺ, വെൽക്കം ടു മാത്സ് വിത്ത് ദീപക് കൃഷ്ണ. ഇന്ന് നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോഷനിലെ 6th പാർട്ട് വീഡിയോ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 5 പാർട്ട് വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം 6th പാർട്ട് വീഡിയോ കാണുക. അതോടൊപ്പം എല്ലാ വീഡിയോസും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 6th പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പെർസെൻറ്റേജസ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ അതിനകത്തും ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സ് വരുന്നുണ്ട്, പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള. അവിടെ ക്വസ്റ്റ്യൻസിൽ ഒരാളുടെ ഇൻകം, സേവിങ്സ് ഒക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ വരുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ ഇൻകം, എക്സ്പെൻഡിച്ചർ ആയിരിക്കും അവരുടെ റേഷ്യോ ഫോർമാറ്റിൽ തരും. എന്നിട്ട് ഓരോരുത്തരുടെ കറസ്പോണ്ടിങ് ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: the ratio of income of A and B is 3:4 and ratio of their expenditure is 2:3 and each saves rupees 200. Find the income of A and B. അപ്പോൾ നമുക്കറിയാം ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സ് എന്ന് പറയുമ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പെർസെൻറ്റേജിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവർ 3 പേരുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം, ഓക്കെ, ഇൻകം അതായത് നമുക്ക് കിട്ടുന്ന സാലറി, എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെലവ്. സോ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതാണ് സേവിങ്സ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? സേവിങ്സ്, ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു സേവിങ്സ്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെ 3 പേരുടെ തന്നിട്ടുണ്ട്, 2 പേരുടെ ഇൻകം, എക്സ്പെൻഡിച്ചർ റേഷ്യോസ് തന്നിട്ടുണ്ട്, എ ആൻഡ് ബി. അപ്പം ഞാൻ ഫസ്റ്റ് ഇത് നോർമൽ മെത്തേഡിൽ എങ്ങനെ ചെയ്യാം, കൺവെൻഷനലി നമുക്ക് എങ്ങനെ ചെയ്യാം, അത് കുറച്ച് ടൈം എടുക്കുന്നതാണ്. കുറച്ചൊന്ന് അപ്പോൾ ഭയങ്കര വലിയ ടൈമല്ല, കുറച്ച് ശകലം. അപ്പോൾ അതിനെക്കാട്ടും എളുപ്പം വഴിയും കൂടെ ഉണ്ട്, ഒരു ഷോർട്ട് കട്ടും കൂടെ ഉണ്ട്. അപ്പോൾ അത് നോർമൽ മെത്തേഡ് പറഞ്ഞതിന് ശേഷം ഷോർട്ട് കട്ടിലോട്ട് പോകാം. രണ്ടും സെയിം തന്നെയാണ്, കാൽക്കുലേഷൻ ചെയ്യുന്നതെല്ലാം സെയിം തന്നെയാണ്, പക്ഷെ അപ്രോച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് നോർമൽ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ റേഷ്യോ ഓഫ് ഇൻകം ഓഫ് എ ആൻഡ് ബി, 2 ആൾക്കാരുണ്ട്, എയും ബിയും ഉണ്ട്. സോ എ ആൻഡ് ബി, ഇവരുടെ ഇൻകം റേഷ്യോ തന്നിട്ടുണ്ട്. ഇൻകം റേഷ്യോ ഇസ് 3:4, 3:4. ഇനി ഇവരുടെ എക്സ്പെൻഡിച്ചർ റേഷ്യോ തന്നിട്ടുണ്ട്. എക്സ്പെൻഡിച്ചർ ഇസ് 2:3, 2:3. ഇനി ഇവരുടെ സേവിങ്സ് എന്ന് പറയുന്നത്, ഓക്കെ, സേവിങ്സ് എന്ന് പറയുന്നത് റേഷ്യോയിലല്ല, എക്സാക്ട് വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ഈച്ച് സേവ്സ് rupees 200 റുപ്പീസ് 2 പേരും സേവ് ചെയ്യും. അപ്പോൾ 2 പേരുടെ സേവിങ്സ് എത്രയാണ്? 200. ഓക്കെ, 200. ഇവിടെയും സേവിങ്സ് എത്രയാണ്? 200. നമുക്കറിയാം ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതാണ് സേവിങ്സ്. ഓക്കെ, ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഇസ് ഈക്വൽ ടു സേവിങ്സ്. ഇനി ഇല്ലെങ്കിൽ നമുക്ക് ഈ സേവിങ്സിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ ഇങ്ങനെ എഴുതിക്കൂടെ, ഇൻകം മൈനസ് സേവിങ്സ് എന്ന് പറയുന്നതായിരിക്കും എക്സ്പെൻഡിച്ചർ അല്ലേ? നമ്മുടെ ഉള്ള ഇൻകം, അത് കിട്ടിയ സാലറി, അതിൽ നിന്ന് സേവിങ്സ് കുറച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് ഉണ്ടായ ചെലവ്. ഈ ഇക്വേഷൻ എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇവരുടെ എക്സ്പെൻഡിച്ചറിൻ്റെ 2 പേരുടെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ, 2 ആൾക്കാരുടെയും റേഷ്യോസ് എടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഇൻകം റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:4 ആണ്. അപ്പോൾ 3:4 എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് എത്രയായിരിക്കും? 3 യൂണിറ്റ്സ് ആണ്, അല്ലെങ്കിൽ 3 റേഷ്യോ ആണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ വാല്യൂ ഞാനിപ്പം 3x ആയിട്ട് എടുക്കുന്നു. ബി എന്ന് പറയുന്നത് 4x. ഇനി 2:3 എന്ന് പറഞ്ഞാൽ അത് വേറൊരു റേഷ്യോ ആണ്. അപ്പോൾ ഒരു കോമൺ ആയിട്ടൊരു ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 2y, ഇവിടെ 3y എന്ന് എടുക്കാം. അപ്പോൾ 3xും 4x എന്ന് പറയുന്ന എക്സാക്ട് ഇൻകം ഓഫ് എയും എക്സാക്ട് ഇൻകം ഓഫ് ബിയും, 2y 3y എന്ന് പറയുന്ന എക്സാക്ട് എക്സ്പെൻഡിച്ചർ ഓഫ് എ ആൻഡ് ബിയും ആയിരിക്കും. അപ്പോൾ ഇതാണ് എക്സാക്ട് വാല്യൂസ്. കാരണം ഇവിടെ നമുക്ക് സേവിങ്സ് ഉള്ളത് എക്സാക്ട് വാല്യൂ ആണ് 200. അപ്പോൾ ഇവരുടെ റേഷ്യോ എടുക്കുമ്പോഴത്തേക്കും 2 പേരുടെ എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ആളുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഇറ്റ് ഇസ് 2y ആയിരിക്കും ഫസ്റ്റ് ആളുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ആളുടെ ഇൻകം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3x. ഫസ്റ്റ് ആളുടെ സേവിങ്സ് എത്രയായിരിക്കും? 200. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഇസ് ഇൻകം ഇസ് 3x മൈനസ് സേവിങ്സ് എത്രയാണ്? 200 ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 2y. ഓക്കെ, ഇവിടെ ഒരിക്കലും നമുക്ക് എക്സ് എന്ന് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് 3xും 4xും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് ഡിഫറൻ്റ് ആയിരിക്കാം. ഒന്നുകിൽ ചിലപ്പോൾ സെയിം ആവാം, അല്ലെങ്കിൽ ഡിഫറൻ്റ് ആവാം. അപ്പോൾ എപ്പോഴും ഇവിടെ കൊടുക്കുന്ന വേരിയബിൾ ഡിഫറൻ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, ഒരിക്കലും എക്സ് കൊടുക്കരുത്.
എക്സ് ആയിരിക്കത്തില്ല, എക്സ് കൊടുക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ എക്സ് ആയിരിക്കത്തില്ല. അപ്പോൾ ഇനി ഇത് ഫസ്റ്റ് ആളുടേതാണ്. ഇനി ഡിവൈഡഡ് ബൈ സെക്കൻഡ് ആളുടെ എടുക്കുക. സെക്കൻഡ് ആളുടെ ഇൻകം എത്രയായിരിക്കും? ഇറ്റ് ഈസ് 4x മൈനസ് സേവിങ്സ് എത്രയായിരിക്കും? 200. എക്സ്പെൻഡിച്ചർ എത്രയായിരിക്കും? 3y. കാരണം ഞാനിവിടെ എക്സ്പെൻഡിച്ചർ ഒരാളെ ഇപ്പുറത്ത് കൊണ്ടുവരാൻ കാര്യം അത് ക്യാൻസലായി പോകാനാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫൈൻഡ് ദ ഇൻകം ഓഫ് എ ആൻഡ് ബി ആണ്. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അതുകൊണ്ടാണ് എക്സ്പെൻഡിച്ചർ ഉള്ളത് ഒരു സൈഡിലും സേവിങ്സ് ഉള്ളത് ഇപ്പുറത്തെ സൈഡിലും ആക്കിയത്. ഓക്കെ, അപ്പോൾ ഈ വൈയും ക്യാൻസലായി പൊക്കോളും. ഈ വൈയും എന്താണ്? ക്യാൻസലായി പോകും. 2/3. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. ഇതൊന്ന് സോൾവ് ചെയ്താൽ എക്സ് കിട്ടും. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ 3x മൈനസ് 200 ഈ ഡിവൈഡഡ് ബൈ 4x മൈനസ് 200 ഈസ് ഈക്വൽ ടു 2/3 ആണ്. അപ്പോൾ ഇത് 3നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 3 ഇൻറ്റു 3x മൈനസ് 200 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 4x മൈനസ് 200. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും 9x മൈനസ് 600 ഈസ് ഈക്വൽ ടു 8x മൈനസ് 400. ഇനി ഒരു സൈഡിൽ എക്സ് ഉള്ള ആൾക്കാരെ ഒരു സൈഡിൽ കൊണ്ടുവരിക. സോ 9x മൈനസ് 8x ഒന്ന് ചെറുതാക്കട്ടെ. അല്ല ചെറുതാക്കല്ല, ഒന്ന് മേലോട്ട് വെക്കുക. ഓൾറെഡി ചെറുതായിട്ടാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ഇതാ 9x മൈനസ് 8x ഈസ് ഈക്വൽ ടു മൈനസ് 600 അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 600 ആവും. 600 മൈനസ് 400. അപ്പോൾ എത്ര കിട്ടി? എക്സ് ഈസ് ഈക്വൽ ടു 200 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ 200 ആണെങ്കിൽ നമുക്ക് കാണേണ്ട എന്താണ്? ഇൻകം ഓഫ് എ ആൻഡ് ബി. ഇൻകം ഓഫ് എ എത്രയാണ്? 3x. ഇൻകം ഓഫ് ബി എത്രയാണ്? 4x. സോ 3x ഈസ് ഈക്വൽ ടു എത്ര വരും? 3x ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 600. ഇനി 4x എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 800. അപ്പോൾ എത്രയായിരിക്കും എയുടെ സേവിങ്സ് എയുടെ ഇൻകം എത്രയായിരിക്കും? 600. ബിയുടെ ഇൻകം എത്രയായിരിക്കും? 800. 600 800 ആയിരിക്കും ആൻസർ. 600 800 ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ നോർമൽ മെത്തേഡിൽ ചെയ്യുന്നത്, ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സാമിന് ഇത്രയും എഴുതാൻ പറ്റത്തില്ല അല്ലേ. എഴുതണമെങ്കിൽ എഴുതാം, ജസ്റ്റ് പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് വലിയ ടൈം കൺസ്യൂമിങ് അല്ല. എന്നിരുന്നാലും ഇതിനെക്കാട്ടും കുറച്ചുകൂടെ എളുപ്പം റേഷ്യോ അപ്രോച്ചിൽ നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതായിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം വരുമ്പോഴത്തേക്കും ചെയ്യേണ്ട മെത്തേഡ്. ഇപ്പോൾ ഫസ്റ്റ് ഇതേപോലെ തന്നെ ഇവരുടെ റേഷ്യോസ് എഴുതുക. എ ബി. ഓക്കെ, ഇൻകം റേഷ്യോ എത്രയാണ്? 3:4. എക്സ്പെൻഡിച്ചർ റേഷ്യോ എത്രയാണ്? എക്സ്പെൻഡിച്ചർ റേഷ്യോ 2:3. ഇനി അതേപോലെ ഇവരുടെ സേവിങ്സും കൂടെ എഴുതുക. സേവിങ്സ് എത്രയാണ്? സേവിങ്സ് എക്സാക്റ്റ് വാല്യൂ ആണ്. ഇറ്റ് ഈസ് 200. ഇവിടെ എത്രയാണ്? 200. ബിയുടെ സേവിങ്സും 200. ഇത് എഴുതിയതിന് ശേഷം നമ്മളിനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവരുടെ ജസ്റ്റ് ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വേറൊരു വാല്യൂസും കൂടെ എഴുതുകയാണ്. അപ്പോൾ നോക്കിക്കോ, നമ്മൾ ഇൻകം ആണ് കാണേണ്ടത്. ഫൈൻഡ് ദ ഇൻകം ഓഫ് എ ആൻഡ് ബി. ഇൻകം കാണുന്നതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് റേഷ്യോ എഴുതുന്നത് ഇൻകത്തിൻ്റെ റേഷ്യോ എഴുതും. ഇനി എക്സ്പെൻഡിച്ചർ ആയിരുന്നു കണ്ടുപിടിക്കാൻ ഉള്ളതെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്തെഴുതും? ഫസ്റ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ എഴുതും. ഓക്കെ, മനസ്സിലായല്ലോ. ഇൻകം കാണുന്നതുകൊണ്ട് ഫസ്റ്റ് ഇൻകം റേഷ്യോ എഴുതി. എക്സ്പെൻഡിച്ചർ ആയിരുന്നെങ്കിൽ ഫസ്റ്റ് എക്സ്പെൻഡിച്ചർ എഴുതും, രണ്ടാമത് ഇൻകം റേഷ്യോ എഴുതും. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഒരു 4 വാല്യൂസ് നമുക്ക് നമ്മളായിട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാനുണ്ട്. അതിൻ്റെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഈ 3ൻ്റെ മേലെ നമ്മൾ ഒരു ടേം എഴുതും. ആ ടേം എഴുതുന്നത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്ര ഓർത്താൽ മതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 3ൻ്റെ മേലെ എഴുതുമ്പോൾ ക്രോസ് ആയിട്ട് ഈ 3ൻ്റെ ക്രോസ് ആയിട്ട് ആരാണ് വരുന്നത്? 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു 3 എത്രയാണ്? 9. ആ 9 ഇവിടെ മുകളിൽ എഴുതുക. ഓക്കെ, 9 എഴുതി. ഇനി നെക്സ്റ്റ് 4ൻ്റെ മേലെ 4ൻ്റെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4ൻ്റെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4ൻ്റെ ഇപ്പുറത്ത് ആരാണ് ഉള്ളത്? 2 ആണ്. സോ 4 ഇൻറ്റു 2 8. 8 അവിടെ മുകളിൽ എഴുതുക. ഓക്കെ, അപ്പം 9 8. ഓക്കെ, ഇനി അടുത്ത് ഈ 200ൻ്റെ താഴെ എഴുതണം. അപ്പോൾ ഇവിടെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. 200ൻ്റെ നേരെ ക്രോസ് ആയിട്ട് ആരുണ്ടെന്ന് നോക്കുക. 200ൻ്റെ നേരെ ക്രോസ് ഇവിടെ ആരാണുള്ളത്? ഇറ്റ് ഈസ് 3 ആണ്. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ 200 ഇൻറ്റു 3 എത്രയാണ്? 600. സോ ഇവിടെ നമ്മൾ എന്തെഴുതി? 600 എന്ന് എഴുതി.
600. ഇനി അടുത്ത ഇപ്പുറത്തെ 200ൻ്റെയും ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 200 ഇൻറ്റു 2 എത്രയാണ്? 400. അപ്പോൾ ഇവിടെ 400 എന്ന് എഴുതി. അപ്പോൾ ഇപ്പം നമുക്ക് ഇത്രയും വാല്യൂസ് ആണുള്ളത്, 9, 8, 600, 400. ഓക്കെ, ഇനി ഈ 9 എന്ന 8 ഇവരുടെ ഡിഫറൻസ് നോക്കുക. ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? 9 എന്ന 8 ഈ ഡിഫറൻസസ് 1 അല്ലേ? 1 റേഷ്യോ ആണ്, 1 യൂണിറ്റ് ആണ്. ഓക്കെ, സോ 1 യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിഫറൻസ് നോക്കുക. ഇവിടെ നമ്മൾ എഴുതുന്ന എക്സാക്ട് വാല്യൂസ് ആണ് 600, 400, കാരണം ഈ 200ന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. സോ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? 200. സോ 1 യൂണിറ്റ് കറസ്പോണ്ട്സ് ടു 200 റുപ്പീസ് ആയിരിക്കും. ഓക്കെ, 200 റുപ്പീസ് ആ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ട എന്താണ്? ഇൻകം റേഷ്യോ ആണ്. ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഇസ് 3 യൂണിറ്റ്സ് ആയിരിക്കും. ഇൻകം ഓഫ് എ, ഇൻകം ഓഫ് ബി എത്രയായിരിക്കും? 4 യൂണിറ്റ്സ്. അപ്പം ഇൻകം ഓഫ് എയുടെ ഇൻകം എത്രയായിരിക്കും? ഇറ്റ് ഇസ് 3 യൂണിറ്റ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 200. അപ്പോൾ എത്രയാണ്? 600. ഇനി ഇൻകം ഓഫ് ബി ആണെങ്കിൽ എത്രയായിരിക്കും? ഇറ്റ് ഇസ് 4 യൂണിറ്റ്സ് ആണ്. സോ ഇറ്റ് ഇസ് 4 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 800. അപ്പോൾ എന്ത് കിട്ടി? 600, 800 എന്ന് കിട്ടി. ഓപ്ഷൻ എ. ഇത് തന്നെയാണ് നമുക്ക് ഇപ്പുറത്തും ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇവിടെയും ചെയ്യുന്ന കാൽക്കുലേഷൻ ഈ സ്റ്റെപ്പ് തന്നെയാണ്. ഈ സ്റ്റെപ്പ് നമ്മൾ റേഷ്യോയിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. വാല്യൂസ് ഒക്കെ സെയിം ആണ്. 9, 8, 600, 400 ഇത് തന്നെയല്ലേ നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. 9, 8, 600, 400. 9 മൈനസ് 8 അതാണ് 1 യൂണിറ്റ് എന്ന് പറയുന്നത്. 1 യൂണിറ്റ്. 600 മൈനസ് 400 അത് 200. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 200. സെയിം തന്നെയാണ് വേറൊരു അപ്രോച്ചിൽ ചെയ്യുന്നത്. ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ നിന്ന് തന്നെ ഇക്വേഷൻ എഴുതാണ്ട് സിമ്പിളായിട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് കാണുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെയാണെന്ന ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. 2-3 പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളും. സിമ്പിളായിട്ട് നമുക്ക് ഈ റേഷ്യോ എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഒരാളുടെ മേലെ എഴുതണമെങ്കിൽ എന്താണ്? ആ നമ്പർ എടുക്കുക, അതിൻ്റെ ക്രോസ് ആയിട്ട് ആരുണ്ടെന്ന് നോക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിൻ്റെ മേലെ എഴുതണമെങ്കിൽ അതിൻ്റെ ക്രോസ് നോക്കുക. ഇനി ഇതിൻ്റെ താഴെ എഴുതണമെങ്കിൽ അതിൻ്റെ ക്രോസ് നോക്കുക. ഇതിൻ്റെ താഴെയാണെങ്കിൽ അതിൻ്റെ ക്രോസ് നോക്കുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇവരുടെ ഡിഫറൻസ് ഇത്ര യൂണിറ്റ് ആയിരിക്കും ഈ ഡിഫറൻസ്. കഴിഞ്ഞു. ഓക്കെ, റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The monthly income of 2 persons is in the ratio 4:5 and the expenditure are in the ratio 7:9. If each saves rupees 50 per month, then their monthly incomes are. അപ്പോൾ ഇൻകം ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ്? ഇൻകം റേഷ്യോ എഴുതുക. ഫസ്റ്റ് ഇൻകം റേഷ്യോ. എക്സ്പെൻഡിച്ചർ ആയിരുന്നെങ്കിൽ ആദ്യം എക്സ്പെൻഡിച്ചർ റേഷ്യോ എഴുതുക. അപ്പോൾ എയും ബിയും ഉണ്ട്, എ ആൻഡ് ബി. ഫസ്റ്റ് അവരുടെ ഇൻകം റേഷ്യോ എത്രയാണ്? ഇൻകം റേഷ്യോ is 4:5. രണ്ടാമത് എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ 7:9. ഇനി അവരുടെ സേവിങ്സ് എത്രയാണ്? സേവിങ്സ് 50 പെർ മന്ത് ആണ് രണ്ടുപേരും സേവ് ചെയ്യുന്നത്. 50. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു മേലെ എഴുതുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു മേലെ എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ 4ൻ്റെ മേലെ എന്തെഴുതണം? 9 ഇൻറ്റു 4 ദാറ്റ് ഇസ് 36. ഇവിടെ 36 എഴുതി. 5ൻ്റെ മേലെ എന്തെഴുതണം? 7 ഇൻറ്റു 5 35. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ താഴെ എഴുതുക. 50യുടെ താഴെ എന്തെഴുതണം? അതിൻ്റെ ക്രോസ് 9 ഇൻറ്റു 5 ദാറ്റ് ഇസ് 450. ഇവിടെ 50യുടെ താഴെ ആകുമ്പോൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. 7 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ 350. ഇവരുടെ ഡിഫറൻസ് നോക്കുക. ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. സോ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 450 മൈനസ് 350 എത്രയായിരിക്കും? 100. അപ്പോൾ 1 യൂണിറ്റ് കറസ്പോണ്ട്സ് ടു 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 100 ആണ്. നമുക്ക് വേണ്ട ഇൻകം ഓഫ് എ എന്ന് പറയുന്നത് 4 ആണ്, 4 യൂണിറ്റ്സ് ആണ്. ഇൻകം ഓഫ് ബി എത്രയാണ്? 5 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 400ഉം 500ഉം ആയിരിക്കും ആൻസർ. എവിടെ? ഓപ്ഷൻ ബി 400, 500. ഇത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ മൾട്ടിപ്ലൈ നിൽക്കണ്ടേ? 1 യൂണിറ്റ് കിട്ടി, അവിടെ നിന്ന് തന്നെ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എയുടെ ഇൻകം എന്ന് പറയുന്നത് 4 യൂണിറ്റ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 100 400. ബീൻ്റെ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 5 യൂണിറ്റ്സ് ദാറ്റ് ഇസ് എത്ര വരും? 5 ഇൻറ്റു 100 that is equal to 500. ഓക്കെ, ഇനി ഇവിടെ തന്നെ നമുക്ക് എക്സ്പെൻഡിച്ചറിൻ്റെ ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇവിടെ 7 യൂണിറ്റ്സ് 9 യൂണിറ്റ്സ് എന്ന് പറഞ്ഞ് എഴുതരുത്. 7 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 700 ആണ് എക്സ്പെൻഡിച്ചർ, 9 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 900 ആണ് എക്സ്പെൻഡിച്ചർ. അത് തെറ്റാണ്. കാരണം ഇവരുടെ റേഷ്യോ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. ഞാൻ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ ചെയ്തപ്പോഴത്തേക്കും
ഇവിടെ വൈ എന്ന ഡിഫറൻ്റ് എടുത്ത് രണ്ടുപേരുടെ ആ യൂണിറ്റ്സ് വ്യത്യാസമാണ്. ചിലപ്പോൾ സെയിം ആവാം, അത് വളരെ റയർ, അല്ലെങ്കിൽ മിക്കവാറും അതെന്താണ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് ഒരിക്കലും 700 900 ആയിരിക്കില്ല. കാരണം എന്താണ്, ഇൻകം ഓഫ് എ എന്ന് പറഞ്ഞാൽ 400 ഉള്ളൂ. പിന്നെ അയാൾ എങ്ങനെയാണ് ഈ 700 രൂപ ചിലവാക്കുന്നത്? ചിലവാക്കാം, കടം മേടിച്ചിട്ടൊക്കെ ചെയ്യാം. അങ്ങനെയാണ് ഇപ്പം എല്ലാവരുടെയും കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇൻകത്തിനെക്കാട്ടും കൂടുതൽ എക്സ്പെൻഡിച്ചർ, അത് തെറ്റാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അല്ല, നമ്മളൊന്നും ചെയ്യണ്ട. ഇപ്പോൾ 400 ആണ് ഇൻകം എങ്കിൽ ഒരിക്കലും 700 അയാൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. മീൻസ് കിട്ടുന്നതാണ് ചിലവാക്കുന്നതെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ അവിടെ തന്നെ തെറ്റി. ഓക്കെ, മനസ്സിലായല്ലോ. എക്സ്പെൻഡിച്ചർ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുമെന്ന് ജസ്റ്റ് പറയാം. ഞാൻ ജസ്റ്റ് ആദ്യം സെയിം ക്വസ്റ്റ്യൻ തന്നെ എക്സ്പെൻഡിച്ചറിൻ്റെ എഴുതാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എയും ബിയും ആദ്യം ആരുടെ റേഷ്യോ എഴുതണം? എക്സ്പെൻഡിച്ചർ റേഷ്യോ എഴുതണം. എക്സ്പെൻഡിച്ചർ റേഷ്യോ 7:9. ഇനി നെക്സ്റ്റ് ഇൻകം റേഷ്യോ എഴുതണം. ഇറ്റ് ഇസ് 4:5. സേവിങ്സ് മാറുന്നില്ല, ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്. ഇവിടെ മാത്രം ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്ത്. ദെൻ ഫൈൻഡ് ദെയർ മന്ത്ലി എക്സ്പെൻഡിച്ചർ. ഓക്കെ, ക്വസ്റ്റ്യൻ മാത്രം ഇത് മാറ്റി, ഓപ്ഷൻസ് ഇതൊന്നും ആയിരിക്കില്ല. സോ സേവിങ്സ് എന്തായിരിക്കും? സേവിങ്സ് ഇവിടെ 50, ഇവിടെയും 50. സെയിം മെത്തേഡ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 7ൻ്റെ മേലെ എന്തെഴുതും? ഇനി ക്രോസ് വരയ്ക്കുന്നില്ല, 35. 9ൻ്റെ മേലെ എന്തെഴുതും? 9 × 4 36. ഇവിടെ എന്തെഴുതും? 5 × 50 അല്ലേ, ദാറ്റ് ഇസ് 250. ഇവിടെ എത്ര എഴുതും? 50 × 4 ദാറ്റ് ഇസ് 200. ഡിഫറൻസ് നോക്കുക, 1 യൂണിറ്റ് ഇവിടെ എത്രയാണ്? 50. സോ 1 യൂണിറ്റ് കറസ്പോണ്ട്സ് ടു 50. അങ്ങനെയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 7 യൂണിറ്റ്സ് ആയിരിക്കും. ഓക്കെ, എയുടെ എക്സ്പെൻഡിച്ചർ, സോ എക്സ്പെൻഡിച്ചർ ഓഫ് എയുടെ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 7 യൂണിറ്റ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 × 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 350. ബിയുടെ എത്രയാണ്? ബിയുടേത് 9 യൂണിറ്റ്സ് ആണ്. ദാറ്റ് ഇസ് 9 × 50. അപ്പോൾ എത്ര വരും? 450. അപ്പോൾ എക്സ്പെൻഡിച്ചർ ഓഫ് എ എന്ന് പറഞ്ഞാൽ 350, ബി എന്ന് പറഞ്ഞാൽ 450 ആണ്. ഇനി ഒന്ന് നോക്കിയേ, എയുടെ എക്സ്പെൻഡിച്ചർ ശരിക്കും ഇവിടെ എന്താണ്? 350 ആണ്. ഓക്കെ, എയുടെ എക്സ്പെൻഡിച്ചർ 350 ആണ് എക്സ്പെൻഡിച്ചർ. ബിൻ്റെ എത്രയാണ്? 450. ഇത് ഇവരുടെ ഇൻകം ആണ്. ഡിഫറൻസ് നോക്കിയേ, രണ്ടുപേരുടെയും 50 ആണ്. അതാണ് സേവിങ്സ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നാൽ ഈ രീതി ചെയ്യാം. റെഡി അല്ലേ? അപ്പോൾ നെക്സ്റ്റ് അടുത്തത്, ദ റേഷ്യോ ഓഫ് ഇൻകം ഓഫ് എ ആൻഡ് ബി ഈസ് 5:7. എ ആൻഡ് ബി സേവ് ₹4,000 and 5,000 റെസ്പെക്റ്റീവ്ലി. ഡിഫറൻ്റ് ആയിട്ടാണ് സേവിങ്സ്. ഇഫ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ ഈസ് ഈക്വൽ ടു 66 2/3% ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് ബി. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ ആയിട്ട് തന്നില്ല, പക്ഷെ അത് പെർസെൻറ്റേജ് വൈസിൽ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ റേഷ്യോ കൺവേർട്ട് ചെയ്യണം. പെർസെൻറ്റേജ് നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടാൾക്കാർ എയും ബിയും ഉണ്ട്. എയും ബിയും എഴുതാം, എ ആൻഡ് ബി. ഇനി ഇവരുടെ ഇൻകം റേഷ്യോ തന്നിട്ടുണ്ട്. ഇൻകം ഓഫ് എ നമുക്ക് കണ്ടുപിടിക്കേണ്ടതും ഫൈൻഡ് ദ ഇൻകം ഓഫ് എ ആൻഡ് ബി ആണ്. സോ ഇൻകം റേഷ്യോ ഇസ് 5:7. ഇനി എക്സ്പെൻഡിച്ചർ റേഷ്യോ കാണണം. എക്സ്പെൻഡിച്ചർ പറഞ്ഞിട്ടുള്ളത് എക്സ്പെൻഡിച്ചർ ഓഫ് എ ഈസ് ഈക്വൽ ടു 66 2/3% ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് ബി. അപ്പോൾ പെർസെൻറ്റേജസിൽ നമ്മൾ സ്ഥിരം ചെയ്തതാണ്. 66 2/3% എന്ന് പറയുന്നതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് 2/3 അല്ലേ. 33 1/3 ഇതൊക്കെ ചാർട്ടിലുള്ളതാണ്. 33 1/3% എന്ന് പറഞ്ഞാൽ 1/3. അപ്പോൾ ഇൻറ്റു 2 ചെയ്താൽ മതി. 66 2/3% എന്തായിരിക്കും? 1/3 × 2 ദാറ്റ് ഈസ് 2/3. ഇതിൻ്റെ അർത്ഥം എന്താണ്? 3ൻ്റെ 66 2/3% ആയിരിക്കും 2. ഓക്കെ, അപ്പോൾ 3 എന്ന് പറയുന്നത് ഇതിൽ ആരാണ് വലുത്? എക്സ്പെൻഡിച്ചർ ഓഫ് എ ഈസ് ഈക്വൽ ടു 66 2/3% ഓഫ് ബി. അപ്പോൾ ഈ 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി ആയിരിക്കും. ഓക്കെ, ഇത് ബിയുടെ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? എയുടെ എക്സ്പെൻഡിച്ചർ. കാരണം ബി എന്ന് പറഞ്ഞാൽ 3, ഇതിൻ്റെ 66 2/3% ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ റേഷ്യോ എ ഈസ് ടു ബി എന്തായിരിക്കും? 2:3. സോ ഇവിടെ എന്താ എഴുതാം? 2:3. ഇനി ഇവരുടെ സേവിങ്സ് എത്രയായിരിക്കും? ആദ്യത്തെ ആളുടെ സേവിങ്സ് 4,000, രണ്ടാമത്തെ ആളുടെ സേവിങ്സ് 5,000. ഇനി വാല്യൂസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 5 × 3 15, 7 × 2 14. ഇവിടെ എത്രയാണ്? 4,000 × 3. അപ്പോൾ 4,000 × 3 എന്ന് പറഞ്ഞാൽ 12,000. ഇവിടെ എത്രയാണ്? 10,000. ഇനി ഇവരുടെ ഡിഫറൻസ് നോക്കുക. ഡിഫറൻസസ്
1 ആണ്. സോ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 2000. 12,000 മൈനസ് 10,000 2000. 1 യൂണിറ്റ് 2000 ആണ്. ഇൻകം ഓഫ് എ ആണ്. എയുടെ ഇൻകം എത്രയാണ്? 5 യൂണിറ്റ്സ്. സോ 5 യൂണിറ്റ്സ് ഇസ് ഈക്വൽ ടു എയുടേത് 5 യൂണിറ്റ്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 2000. ടോട്ടൽ ഇൻകം ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലി കാണണ്ട, സം ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, ടോട്ടൽ ആണ് ചോദിച്ചത്. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? 5 + 7 ദാറ്റ് ഈസ് 12 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 5 യൂണിറ്റ്സ് + 7 യൂണിറ്റ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 12 യൂണിറ്റ്സ്. അപ്പോൾ 12 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 2000. അപ്പോൾ എത്രയാണ്? 24,000. 24,000 ഓപ്ഷൻ സി. ഓക്കെ, സിമ്പിൾ അല്ലേ? നെക്സ്റ്റ്, എ ബി സി receive an amount of rupees 8,400 and distribute among themselves in the ratio 6:8:7 respectively. If they save in the ratio 3:2:4 respectively and B saves rupees 400, then what is the ratio of expenditure of A, B and C respectively? അപ്പോൾ ഇവിടെ 3 ആൾക്കാർ തന്നിട്ടുണ്ട്, എ ബി സി. എ ബി ആൻഡ് സി. ഇവരുടെ ഇൻകം റേഷ്യോ തന്നിട്ടുണ്ട്. ഇൻകം റേഷ്യോ എത്രയാണ്? ടോട്ടല് 8,400 റുപ്പീസ് ഉണ്ട്. അത് ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇവർക്ക് കിട്ടിയ പൈസയാണ് അല്ലേ? ഡിസ്ട്രിബ്യൂട്ട് എമംഗ് ദംസെൽസ്, അവർക്ക് കിട്ടിയത്. നമുക്ക് കിട്ടുന്നതാണല്ലോ നമ്മുടെ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇൻകം ആയിട്ട് എടുക്കാം. ഓക്കെ, അതുകൊണ്ട് ഇൻകം റേഷ്യോ ആണ് ഈ 6:8:7. അപ്പോൾ അതിവിടെ എഴുതാം, 6:8:7. ഇനി അടുത്ത് തന്നിട്ടുള്ളത് ആൻഡ് ദേ സേവ് ഇൻ ദ റേഷ്യോ. ഓക്കെ, സേവ് ഇൻ ദ റേഷ്യോ. അപ്പോൾ സേവിങ്സിൻ്റെ റേഷ്യോ ആണ് 3:2:4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സേവിങ്സിൻ്റെ റേഷ്യോ സേവിങ്സ് റേഷ്യോ എത്രയാണ്? ഇറ്റ് ഇസ് 3:2:4 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോസ് ആണ്. ഓക്കെ, കണ്ടുപിടിക്കാനുള്ളത് എക്സ്പെൻഡിച്ചർ റേഷ്യോസ്, ഇതാണ് കാണേണ്ടത്. അപ്പോൾ ഒരു ഡേറ്റയും കൂടി തന്നിട്ടുണ്ട്. ബി സേവ്സ് rupees 400. ബിയുടെ എത്രയാണ് സേവ് ചെയ്യുന്ന എക്സാക്റ്റ് എമൗണ്ട് തന്നിട്ടുണ്ട്, 400. അപ്പോൾ ഇവിടെ ബീൻ്റെ സേവിങ്സ് എന്ന് പറയുന്നത് ഇവിടെയാണ്, 2 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 2 യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എത്രയാണ്? 400. ഓക്കെ, സോ 2 യൂണിറ്റ്സ് കറസ്പോണ്ട്സ് ടു 400. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായിരിക്കും? ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 200. സോ ബീൻ്റെ എക്സാക്റ്റ് വാല്യൂ തന്നിട്ടുണ്ട് 400. ഇപ്പോൾ 2 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 400. അങ്ങനെയാണെങ്കിൽ എൻ്റെയും സിൻ്റെയും സേവിങ്സ് നമുക്ക് എഴുതിക്കൂടെ? സിൻ്റെ സേവിങ്സ് എത്രയാണ്? 4 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 4 × 200 എത്രയാണ്? 800. അപ്പോൾ ഇവിടെ 800 എഴുതാം. ഇനി ഇവിടെ എൻ്റെ ആണെങ്കിൽ 3 × 200 ദാറ്റ് ഇസ് 600. മനസ്സിലായല്ലോ? 600. ഇവിടെ സേവിങ്സിലാണ് ആ യൂണിറ്റ് കറക്റ്റ് എക്സാക്റ്റ് വാല്യൂ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, 600, 400, 800. ഓക്കെ, ഇനി ഇൻകത്തിൻ്റെ എക്സാക്റ്റ് വാല്യൂ എഴുതണമെങ്കിൽ അതിനാണ് ഫസ്റ്റ് ഈ തന്നിട്ടുള്ളത്. 8,400 ആണ് ഈ 6:8:7 റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇവരുടെ ടോട്ടൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് കറസ്പോണ്ട്സ് ടു 8,400. ഇത് ടോട്ടൽ ചെയ്താൽ എത്ര കിട്ടും? 6 + 8 14, 14 + 7 21. ഓക്കെ, അപ്പോൾ 21 യൂണിറ്റ്സ് എന്ന് പറയുന്നത് 21 യൂണിറ്റ്സ് കറസ്പോണ്ട്സ് ടു എത്രയാണ്? 8,400. ഇവിടെ എടുക്കുന്ന റേഷ്യോ വേറെ യൂണിറ്റ് ആണ്. ഓക്കെ, ഇൻകത്തിൻ്റെ യൂണിറ്റ് ആണ്. അതായത് ഈ യുവും സെയിം അല്ല, ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 21 ഇത് എത്രയാണ്? 4 ടൈംസ് പോകും. ഓക്കെ, അപ്പോൾ 1 യൂണിറ്റ് ഇത് 4 ടൈംസ്. സോ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 400 ആണ്. അപ്പോൾ 6 യൂണിറ്റ് എത്രയായി മാറും? 6 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 6 × 400 എത്രയാണ്? 2,400. 6 × 4 24, 100 കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 8 × 4 എന്ന് പറഞ്ഞാൽ 32, 2 zeros. 7 × 4 എന്ന് പറഞ്ഞാൽ 28, അപ്പോൾ 2800. അപ്പോൾ ഇതാണ് എക്സാക്റ്റ് വാല്യൂസ്. ഓക്കെ, ഇൻകം അതായത്
8,400 എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? എക്ക് 2,400, ബിക്ക് 3,200, സിക്ക് 2,800 രൂപ വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇവർ സേവ് ചെയ്യുന്ന എത്രയാണ്? എ 600 സേവ് ചെയ്യും, ബി 400 സേവ് ചെയ്യും, സി എത്രയായിരിക്കും? 800 സേവ് ചെയ്യും. ഇനി എക്സ്പെൻഡിച്ചർ കാണണമെങ്കിൽ എങ്ങനെയാണ്? ഇൻകം മൈനസ് സേവിങ്സ്, ദാറ്റ് ഈസ് 2,400 മൈനസ് 600 എത്രയാണ്? 1,800 വരും. 1,800 എസ് ടു. ഇനി അടുത്ത 3,200 മൈനസ് 400 എത്ര വരും? 2,800 വരും. അടുത്തത് 2,800 മൈനസ് 800 ദാറ്റ് ഈസ് 2,000 വരും. എല്ലായിടത്തും 2 സീറോസ് ഉണ്ട്, 2 സീറോസ് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എത്ര? 18:28:20. ഇതിനെ നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും എത്ര വരും? 9:14:10 എന്ന് വരും. സോ എക്സ്പെൻഡിച്ചർ റേഷ്യോ എത്രയായിരിക്കും? 9:14:10. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻകം എക്സ്പെൻഡിച്ചർ ബേസ് ചെയ്തിട്ട് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ പഠിക്കാനുള്ളത്. അതായത് ഇത് വേറൊരു ടൈപ്പ് എക്സാക്ട് വാല്യൂസ് തന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഈ ഒരു ഷോർട്ട് കട്ട്, ഈ ഒരു ട്രിക്ക് വെച്ചിട്ടായിരിക്കും ഇൻകം എക്സ്പെൻഡിച്ചർ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ സേവിങ്സ് ചെയ്യുന്നത്. ഓക്കെ, അല്ല, ഇൻകം എക്സ്പെൻഡിച്ചർ റേഷ്യോ വന്നിട്ടുണ്ട്, സേവിങ്സിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്, ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ കാണുകയാണെങ്കിൽ ഈ രീതി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ എന്തായാലും ഇത് കണ്ടതാണ്, അതുകൊണ്ട് ലൈക്ക് മസ്റ്റായിട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഓൾ, ബൈ.